നമസ്കാരം. മലയാളം വാർത്താ ചാനൽ രംഗത്ത് ഇനിയും യുദ്ധം മുറുകും. ബിഗ് ടി വി സംപ്രേഷണത്തിന് ഒരുങ്ങുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചാനൽ സംപ്രേഷണം തുടങ്ങുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ചാനലിന്റെ മുഖമായ സുജയ പാർവതി ചീഫ് എഡിറ്ററായി ചുമതലയേറ്റു. റിപ്പോർട്ടർ TV വിട്ട് സുജയ കഴിഞ്ഞ ദിവസമാണ് സ്ഥാനമേറ്റെടുത്തത്. സുജയ പാർവതിയെ വെൽക്കം കേക്ക് മുറിച്ചാണ് അനിൽ അയിരൂരും സംഘവും സ്വീകരണമൊരുക്കിയത്. ഇതിന് ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സംസ്ഥാന മാധ്യമ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച വാർത്താ അവതാരകയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ലക്ഷ്മി പത്മ നേടിയിരുന്നു. ഇതിന്റെ ആഘോഷവും ബിഗ് ടിവിയിൽ നടന്നു. സുജയ പാർവതി ചീഫ് എഡിറ്റർ സ്ഥാനം ഏറ്റെടുത്തതോടെ ചാനൽ സംപ്രേഷണം ഉടനുണ്ടാകും. അടുത്ത മാസം ചാനൽ സംപ്രേഷണം തുടങ്ങിയേക്കുമെന്നാണ് സൂചന. കൊച്ചിയിലെ സ്റ്റുഡിയോ സജ്ജമാകുന്നതുവരെ ഹൈദരാബാദിൽ നിന്നാകും സംപ്രേഷണം തുടങ്ങുക എന്നുമാണ് ലഭ്യമാകുന്ന വിവരം. മാധ്യമ ലോകത്ത് നിന്നും ഇനിയും പ്രമുഖർ ചാനലിൽ എത്തുമെന്നാണ് സൂചനകൾ. റിപ്പോർട്ടർ ടിവിയിൽ നിന്നും രാജിവെച്ച സുജയ പാർവതി 10 ലക്ഷം രൂപ മാസ ശമ്പളത്തിലാണ് ബിഗ് ടിവിയിൽ ചീഫ് എഡിറ്ററായി ചുമതലയേൽക്കുന്നത്. ഇതാണ് നേരത്തെ പുറത്തുവന്ന വിവരം. ഇതോടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന വനിതാ മാധ്യമ പ്രവർത്തകയെ സുജയ മാറിയിട്ടുണ്ട്. റിപ്പോർട്ടർ ടിവിയിൽ തിളങ്ങി നിന്ന മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ നിന്നുമാണ് സുജയ പടിയിറങ്ങിയത്. അതേസമയം മറ്റു ചാനലുകളിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. മാതൃഭൂമിയിൽ നിന്നും മാധു റിപ്പോർട്ടർ ടിവിയിലേക്ക് ചുവടുമാറുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. അനിൽ അയിരൂരിന്റെ നേതൃത്വത്തിൽ എത്തുന്ന ബിഗ് ടിവി ഇതിനോടകം തന്നെ 80-ലധികം മാധ്യമ പ്രവർത്തകരെ വിവിധ ചാനലുകളിൽ നിന്നായി റിക്രൂട്ട് ചെയ്തു കഴിഞ്ഞു. വേണു ബാലകൃഷ്ണൻ, ലക്ഷ്മി പത്മ, അപർണ കുറുപ്പ് തുടങ്ങിയ പ്രമുഖരടങ്ങുന്ന വൻനിരയാണ് പുതിയ ചാനലിനായി അണിനിരക്കുന്നത്. റിപ്പോർട്ടർ TV വിപണിയിലേക്ക് എത്തിയതോടെയാണ് ചാനൽ രംഗത്ത് വലിയ ശമ്പളം നൽകി ആളെ പിടിക്കുന്ന രീതി ആരംഭിച്ചത്. ഇത് മറ്റ് ചാനലുകളിലും ശമ്പള വർധനവിന് കാരണമായി. അനിൽ അയിരൂരിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ബിഗ് ടിവി എന്ന പുതിയ ചാനൽ പ്രമുഖരായ മാധ്യമ പ്രവർത്തകരെ വലിയ ശമ്പളം വാഗ്ദാനം ചെയ്താണ് റിക്രൂട്ട് ചെയ്തത്. രാജ്യത്തെ പ്രമുഖ മീഡിയ ശൃംഖലകളിലൊന്നായ ബിഗ് ടെലിവിഷൻ നെറ്റ്വർക്കിന്റെ ഭാഗമാണ് ബിഗ് ടിവി. നിലവിൽ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമായി തെലുങ്കിലാണ് ബിഗ് ടിവി സജീവമായിട്ടുള്ളത്. തമിഴിലും ബിഗ് ടിവി പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. വാർത്താ ചാനലുകളിൽ തിളങ്ങി നിൽക്കുന്ന നിരവധി പ്രമുഖ മാധ്യമ പ്രവർത്തകരെ തങ്ങൾക്കൊപ്പം ചേർക്കുകയാണ് ബിഗ് ടിവി. അക്കൂട്ടത്തിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള അവതാരകരും റിപ്പോർട്ടർമാരുമുണ്ട്. വൻ പാക്കേജിലാണ് പ്രമുഖ ചാനലുകൾ വിട്ട് സ്റ്റാർ അവതാരകർ ബിഗ് ടിവിയിലേക്ക് എത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. റിപ്പോർട്ടർ ടിവിയെ ജനപ്രിയമാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച മാധ്യമപ്രവർത്തകയാണ് സുജയ. സുജയ രാജിവെച്ചിറങ്ങുന്നത് റിപ്പോർട്ടർ ടിവിയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനലിന്റെ റേറ്റിംഗിൽ വലിയ പങ്കുവഹിച്ച സുജയുടെ പടിയിറക്കം ചാനലിനെ സംബന്ധിച്ച് വലിയ ആഘാതമായിരിക്കും. പ്രത്യേകിച്ച് മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന പരിപാടിയിൽ അരുൺകുമാറും സുജയും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ ചാനലിനെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാൻ സഹായിച്ചിരുന്നു. കേരളത്തിലെ ഒരു വാർത്താ ചാനലിന്റെ ചീഫ് എഡിറ്റർ പദവിയിലെത്തുന്ന രണ്ടാമത്തെ വനിത എന്ന ചരിത്ര നേട്ടവുമായാണ് സുജയ ബിഗ് ടിവിയുടെ ഭാഗമാവുന്നത്. നിലവിൽ കേരളത്തിലെ എല്ലാ ചാനലുകളുടെയും തലപ്പത്ത് പുരുഷന്മാരാണുള്ളത് എന്നതിനാൽ ഈ മാറ്റം ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. എന്തായാലും സുജയ പാർവതി ബിഗ് ടിവിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. ഹൈദരാബാദിൽ നിന്നാണ് പ്രക്ഷേപണം ആരംഭിക്കുക. കൊച്ചിയിലെ സ്റ്റുഡിയോയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ഇനിയും സമയമെടുക്കും. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ബിഗ് ടിവിയുടെ ലോഞ്ചിങ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാവുന്നത്.